ഹായ് ക്ലാസ്. നമ്മൾ ഇതുവരെ കണ്ടത് എങ്ങനെയാണ് ഒരു റിഗ്രഷൻ മോഡൽ അതിൽ നിന്നും പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊരു മോഡലിൽ ഉപയോഗിക്കുന്ന എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എത്രമാത്രം നമ്മുടെ എക്സ്പ്ലെയിൻഡ് വേരിയബിളിനെ അതിലുള്ള വേരിയേഷൻസിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മോഡൽ എത്രമാത്രം ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പുതിയതായൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. കൺസെപ്റ്റ് ഇസ് ആർ സ്ക്വയർ. ആർ സ്ക്വയർ നമ്മളിങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുകയാണെങ്കിൽ അത് കാണിക്കുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിനെയാണ്. അതേസമയം ഒരു സിമ്പിൾ റിഗ്രഷൻ മോഡലാണെങ്കിൽ, അതായത് ഒരേ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ സ്ക്വയർ എന്നാണ്. നമ്മളിപ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്നത് സിമ്പിൾ റിഗ്രഷൻ മോഡലിൻ്റെ ആർ സ്ക്വയറിനെ പറ്റിയാണ്. സോ ആർ സ്ക്വയർ എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മറ്റ് പല നോമൻക്ലേച്ചറിൽ നമ്മൾ പല പേരുകളുണ്ട്. വി കോൾ ഇറ്റ് എസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എത്രമാത്രം നമ്മുടെ എക്സ്പ്ലെയിൻഡ് വേരിയബിൾ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നുണ്ട് എക്സ്പ്ലനേറ്ററി വേരിയബിളിനാൽ അതിൻ്റെ വേരിയേഷൻസ് എത്രമാത്രം ഇപ്പുറത്തെ വേരിയേഷൻസിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പേര് നമ്മൾ ആർ സ്ക്വയറിന് കൊടുക്കുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നാണ്. ഹൗ മച്ച് ഫിറ്റ് ഇസ് ദ റിഗ്രഷൻ ലൈൻ? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സാമ്പിളിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഈ റിഗ്രഷൻ ലൈൻ എത്രമാത്രം നമ്മുടെ സാമ്പിൾസിനെ എത്രമാത്രം കൃത്യമായി ഫിറ്റ് ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് when it comes to a model. സോ എന്താണ് ഈ ആർ സ്ക്വയർ എന്ന കൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഗ്രാഫിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളും ഒരു എക്സ്പ്ലെയിൻ വേരിയബിളും എക്സും വൈയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്ത സാമ്പിൾ ഡേറ്റ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ ഒരു റിഗ്രഷൻ ലൈനും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി. ഇവിടെ നമുക്കറിയാം ഈ എററുകൾ, നമ്മൾ ഈ കാണുന്ന ഓരോ എററുകളും ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ലൈൻ പെർഫെക്റ്റ് ആയ ഒരു ഫിറ്റാണ്. ഈ എററുകളെല്ലാം സീറോ ആയിരുന്നുവെങ്കിൽ, ഓരോന്നും സീറോ ആയിരുന്നുവെങ്കിൽ ഈ ലൈൻ ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. അതേസമയം ഒരിക്കലും ഡേറ്റയിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ആവറേജിൽ നിന്നും ഡീവിയേറ്റ് ചെയ്താണ് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റവും കിടക്കുന്നത് നമ്മൾ ഡേറ്റ എടുക്കുമ്പോൾ. അവിടെയാണ് എത്രമാത്രം ഈ വേരിയേഷൻസ് അതിനെ നമ്മുടെ ഈ റിഗ്രഷൻ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യം. അവിടെയാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആവശ്യം വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആർ സ്ക്വയറിനെ പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആർ സ്ക്വയറിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ ഈ ആർ സ്ക്വയർ എന്ന കൺസെപ്റ്റിനെ ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു വെൻ ഡയഗ്രാം അപ്രോച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സിനെയും മറ്റേ സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈയെയുമാണ്. ഇത് പല സിറ്റുവേഷൻസാണ്. ആദ്യം നമ്മൾ കാണുന്നത് എക്സും വൈയും രണ്ട് സർക്കിൾസും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്നതാണ്. വിച്ച് മീൻസ് വൈയിലുള്ള വേരിയേഷൻസിനെ എക്സ് ഒരു തരത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഓരോന്നായി നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എക്സ് കൂടുതൽ വൈയെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അവസാനത്തേത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് പെർഫെക്റ്റ് ആയിട്ട് വൈയിലുള്ള വേരിയേഷൻസിനെ എക്സിലുള്ള വേരിയേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അവസ്ഥയുമാണ്.
അപ്പോൾ ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരവസ്ഥയിൽ നിന്ന്, ഒട്ടും തന്നെ വൈയെ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരവസ്ഥയിൽ നിന്ന് മുഴുവനായും വൈയെ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഈ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ ഓവർലാപ്പിൻ്റെ നമുക്കറിയാം എക്സ് വൈയെ ഓവർലാപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ആ ഓവർലാപ്പിൻ്റെ ഒരു ന്യൂമറിക്കൽ മെഷറാണ് യഥാർത്ഥത്തിൽ ആർ സ്ക്വയർ. അതാണ് ആർ സ്ക്വയറിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ആർ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ എന്നാൽ എത്രമാത്രം വൈയിലെ വേരിയേഷൻസിനെ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്, എക്സിലെ വേരിയേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആർ സ്ക്വയർ. അതിൻ്റെ ഒരു ന്യൂമറിക്കൽ മെഷറാണ് ആർ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം വൈ ഐ ഇസ് ഈക്വൽ ടു വൈ ഐ ഹാറ്റ് പ്ലസ് യു ഐ ഹാറ്റ്. വൈ ഐ എന്നത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോപ്പുലേഷൻ്റെ വാല്യൂ ആണ്. വൈ ഐ ഹാറ്റ് നമ്മുടെ എസ്റ്റിമേറ്റ് ആണ്, സാമ്പിൾ എസ്റ്റിമേറ്റ് ആണ്, സാമ്പിൾ എററാണ് യു ഐ ഹാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഡീവിയേഷൻ ഫോമിൽ, ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആണ്. ഇതിനെ നമ്മൾ നമ്മുടെ ഡീവിയേഷൻ ഫോമിലേക്ക് എഴുതുകയാണ്. ഡീവിയേഷൻ ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്മോൾ ലെറ്റർ വൈ ആവും, വിച്ച് ഇസ് വൈ ഐ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു വൈ ഐ ഹാറ്റ് മൈനസ് വൈ ബാർ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അവിടെ നമുക്ക് കിട്ടുന്നതാണ് സ്മോൾ വൈ ഐ ഹാറ്റ് പ്ലസ് യു ഐ ഹാറ്റ്. ഇതാണ് നമ്മുടെ ഡീവിയേഷൻ ഫോമിലുള്ള നമ്മുടെ ഈക്വേഷൻ. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സാമ്പിളിൽ നിന്നാണ് നമ്മൾ ആ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനിലേക്ക് വരുന്നത്. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനെ അതിൻ്റെ രണ്ട് സൈഡിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യണം. അപ്പോൾ വൈ ഐ ഹാറ്റ് പ്ലസ് യു ഐ ഹാറ്റ് ദി ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ അത് വൈ ഐ ഹാറ്റ് സ്ക്വയർഡ് പ്ലസ് യു ഐ ഹാറ്റ് സ്ക്വയർഡ് പ്ലസ് 2 വൈ ഐ ഹാറ്റ് യു ഐ ഹാറ്റ്. ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ഇതിനെ അക്രോസ് സാമ്പിൾസ് സം ചെയ്യാൻ പോവുകയാണ്. സമ്മേഷൻ ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വിച്ച് ബിക്കംസ് സിഗ്മ വൈ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ ഹാറ്റ് സ്ക്വയർ പ്ലസ് സിഗ്മ യു ഐ ഹാറ്റ് സ്ക്വയർ പ്ലസ് 2 സിഗ്മ വൈ ഐ ഹാറ്റ് യു ഐ ഹാറ്റ്. ഇക്വേഷൻ നമ്പർ 4. ഇനി ഇതിൽ നമുക്ക് ഓരോ ടേംസിനെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൽ റൈറ്റ് വേർഡ്സ് കിടക്കുന്ന ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ടേം സിഗ്മ വൈ ഐ യു ഐ. സിഗ്മ വൈ ഐ ഹാറ്റ് യു ഐ ഹാറ്റ് 2 സിഗ്മ വൈ ഐ ഹാറ്റ് യു ഐ ഹാറ്റ്. ഇതിൽ സിഗ്മ വൈ ഐ യു ഐ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഈ യു ഐ എന്ന് പറയുന്ന ഒരു റാൻഡം ടേമാണ്. അതിനെ നമ്മൾ വൈ ഐ ഹാറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ ഹോൾ ടേം വിൽ ബിക്കം 0. സോ ദിസ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ഇസ് 0. അതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിഗ്മ വൈ ഐ സ്ക്വയർ വൈ ഐ ഹാറ്റ് സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സിഗ്മ വൈ ഐ ഹാറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ 1 ഹാറ്റ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. ബീറ്റ 1 ഹാറ്റ് സ്ക്വയർ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സിഗ്മ വൈ ഐ ഹാറ്റ് സ്ക്വയർ എന്നത് സിഗ്മ വൈ ഐ ഹാറ്റ് മൈനസ് സിഗ്മ വൈ ഐ ഹാറ്റ് മൈനസ് വൈ ബാർ ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക.
അതായത് നമ്മുടെ yi hat എന്ന് പറയുന്നത് yi hat ഇത് സ്മോൾ y ആണ്, yi hat മൈനസ് y ബാർ ആണ്, yi hat മൈനസ് y ബാർ ആണ്. ഇതിൽ ഈ yi hat എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ 0 പ്ലസ് ബീറ്റ 1 xi പ്ലസ് ui hat ആണ്. ബീറ്റ 0 പ്ലസ് ബീറ്റ 1 xi പ്ലസ് ui hat ആണ്. ഇത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനാണ്, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനാണ്. അതേപോലെ y ബാർ എന്ന് പറയുന്നത്, y ബാറിനെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ബീറ്റ 0 hat പ്ലസ് ബീറ്റ 1 hat x ബാർ ആണ് y ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് സിഗ്മ, അതായത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. yi hat എന്ന് പറയുന്നത് ദിസ് മൈനസ് ദിസ്, അപ്പോൾ ഈ ടേം ക്യാൻസലായി പോവും. ക്യാൻസലായി പോയി കഴിഞ്ഞിട്ട് ബാക്കി എന്താണുള്ളത്? ബാക്കിയുള്ളത് ബീറ്റ 1 hat സിഗ്മ xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് xi ആണ്, സ്മോൾ xi, അതായത് xi മൈനസ് എക്സ് ബാർ ആവറേജ് xi സ്മോൾ xi ആണ്, പ്ലസ് ui ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ yi hat സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ ഹാറ്റ് സ്ക്വയർ സിഗ്മ xi സ്ക്വയർ ആയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇതിനോട് ഈ ടേമും കൂടെ ഉണ്ട്, ui സ്ക്വയർ എന്ന് പറയുന്ന ടേം, ui hat സ്ക്വയർ എന്ന് പറയുന്ന ടേമും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വന്നതെന്ന് മനസ്സിലായി കാണും ഈ ഒരു ഡെറിവേഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇക്വേഷനെ ഇനിയും ഈ ടേംസിൽ എഴുതാൻ പോവുകയാണ്. അതായത് സിഗ്മ yi hat സ്ക്വയർ ബീറ്റ 1 hat സ്ക്വയർ സിഗ്മ xi സ്ക്വയർ ആയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അതിനെ നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സിഗ്മ yi hat ui hat 0 ആകുകയും ചെയ്തു. ബാക്കി എന്താ റിമെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എഴുതാൻ പോവുകയാണ്. സിഗ്മ yi സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ yi hat സ്ക്വയറിന് പകരം നമ്മൾ ഇത് എഴുതുകയാണ് ബീറ്റ 1 hat സ്ക്വയർ സിഗ്മ xi സ്ക്വയർ പ്ലസ് ui hat സ്ക്വയർ. സിഗ്മ ui hat സ്ക്വയർ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ സിഗ്മ ui hat സ്ക്വയർ അവിടെ വന്നു, കാരണം റാൻഡം ടേം ആണ്. സിഗ്മ ui hat സ്ക്വയർ പ്ലസ് 0, കാരണം സിഗ്മ yi hat ui hat എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദിസ് ഈസ് ബേസിക്കലി the square of variations in y and the square of variations in x. എക്സിൽ ഉള്ള വേരിയേഷൻസും വൈയിലുള്ള വേരിയേഷൻസും അതേപോലെ തന്നെ നമ്മുടെ എറർ ടേമിലുള്ള വേരിയേഷൻസുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഓരോ ടേമിനെയും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ആർ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ സിഗ്മ yi സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ yi മൈനസ് y ബാർ ആണ്, y ബാർ സ്ക്വയർ ആണ്. സിഗ്മ yi മൈനസ് y ബാർ ഹോൾ സ്ക്വയർ ആണ് സിഗ്മ yi സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഇതാണ് വൈയിലുള്ള ടോട്ടൽ വേരിയേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്നു ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് അഥവാ TSS. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് അഥവാ TSS, സിഗ്മ yi സ്ക്വയർ. ഇതിനെ നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതേപോലെ ഈ സെക്കൻഡ് ടേം എക്സൈലുള്ള വേരിയേഷൻസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതായത് ബീറ്റ 1 hat സിഗ്മ xi സ്ക്വയർ എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് അഥവാ ESS.
ESS, എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർസ്. കാരണം എന്താണ്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ എക്സ് എന്ന വേരിയബിൾസിൻ്റെ വേരിയേഷൻസ്, അതിൻ്റെ സ്ക്വയറിനെയാണ്, ഡീവിയേഷൻസിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർസ്. അതേപോലെ തന്നെ മൂന്നാമതുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് എറർ ടേം അഥവാ റെസിജ്വൽ ടേം എന്നാണ് വിളിക്കുന്നത്, റെസിജ്വൽ ടേം. അപ്പം ഈ സിഗ്മ യു ഐ ഹാറ്റ് സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്നത് റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ്, RSS, റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് നമ്മുടെ എക്സ്പ്ലെയിൻഡ് വേരിയബിളിലുള്ള വേരിയേഷൻസ്, അതിൻ്റെ സ്ക്വയർ. എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിളിലുള്ള വേരിയേഷൻസ്. ആൻഡ് ഫൈനലി റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓർ RSS, അത് എറർ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, നമ്മുടെ റെസിജ്വലിൻ്റെ സ്ക്വയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർ സ്ക്വയറിൻ്റെ കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ TSS ആണ്, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് നമ്മുടെ റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഭാഗം എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ്, രണ്ടാമത്തെ ഭാഗം റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ്. നമ്മൾ ഇതിനു മുമ്പ് ആർ സ്ക്വയറിനെ പറ്റി പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ആർ സ്ക്വയർ കാണിക്കുന്നത് അതൊരു ന്യൂമറിക്കൽ മെഷറാണ്. എന്തിൻ്റെ ന്യൂമറിക്കൽ മെഷറാണ് അത്? നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എത്രമാത്രം എക്സ്പ്ലെയിൻഡ് വേരിയബിളിലെ വേരിയേഷൻസിനെ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആർ സ്ക്വയർ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിളിനെ കാണിക്കുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, ESS ആണ്. അങ്ങനെ വരുമ്പോൾ ആർ സ്ക്വയറിന് വളരെ ഡയറക്റ്റായി ഈ ടേമുമായി ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് ആർ സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വിൽ ഡു സം ഓൾജിബ്രൈക് ട്രാൻസ്ഫോർമേഷൻസ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. സോ ആദ്യം നമ്മൾ ഈ ഫുൾ ഇക്വേഷനെ TSS വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ റൈറ്റ് ഹാൻഡ് സൈഡിനെ. അപ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് TSS ബൈ TSS ആവും, റൈറ്റ് ഹാൻഡ് സൈഡ് ESS ബൈ TSS പ്ലസ് RSS ബൈ TSS ആവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, റൈറ്റ് ഹാൻഡ് സൈഡ് ESS ബൈ TSS ആൻഡ് RSS ബൈ TSS. ഓക്കെ, സോ ആർ സ്ക്വയർ എന്താണ് എന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ആർ സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് ദിസ് ESS ബൈ TSS. എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്നതാണ് ആർ സ്ക്വയറിൻ്റെ ഡെഫിനിഷൻ. സോ ദിസ് ഇസ് ബേസിക്കലി ആർ സ്ക്വയർഡ് പ്ലസ് RSS ബൈ TSS. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം കൃത്യമായി ഉറപ്പാകും. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും അതിൻ്റെ രണ്ട് കമ്പോണൻസ് ആണ് ESS RSS എന്ന് നമ്മൾ പറഞ്ഞു. ആർ സ്ക്വയർ ESS ബൈ TSS ആണെങ്കിൽ നമുക്ക് ആർ സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് RSS ബൈ TSS ചെയ്താൽ മതി. സോ ഒരു കാര്യം ഇവിടെ വളരെ ക്ലിയറായി, എപ്പോഴും ഈ ഇക്വേഷനിൽ ESS ബൈ TSS പ്ലസ് RSS ബൈ TSS എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ ഒരു ന്യൂമറിക്കൽ മെഷർ ആർ സ്ക്വയർ എപ്പോഴും 0യ്ക്കും 1നും ഇടയ്ക്ക് നിൽക്കണം. 0യോട് അടുത്ത് വരുംതോറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പർട്ടിക്കുലർ ലൈൻ ഒരു നല്ല ഫിറ്റ് അല്ല. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്ലനേറ്ററി വേരിയബിളിന് എക്സ്പ്ലെയിൻഡ് വേരിയബിളിൻ്റെ വേരിയേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 0യോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 0.1 ആണ് ആർ സ്ക്വയർ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏതാണ്ട് 10% വേരിയേഷൻസ് ഇൻ Y മാത്രമേ
എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾ വെറും 10% വേരിയേഷൻസിനെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതേസമയം ആർ സ്ക്വയർ 1 അടുത്താണെന്ന് കരുതുക, 0.95 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 95% വൈയിലുള്ള വേരിയേഷൻസിനെയും എക്സിലെ വേരിയേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വേരിയേഷൻസ് രണ്ടും അസോസിയേറ്റഡ് ആണ്. ഇതാണ് ഈ ആർ സ്ക്വയർ എന്ന ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട കാര്യം ടി എസ് എസ് ഇസ് ഈക്വൽ ടു ഇ എസ് എസ് പ്ലസ് ആർ എസ് എസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ ഇ എസ് എസ് എന്ന് പറയുന്നത് ഇ എസ് എസ് ബൈ ടി എസ് എസ് എന്ന് പറയുന്നതാണ് ആർ സ്ക്വയർ എന്ന് നമ്മൾ കണ്ടു. ഇ എസ് എസ് ബൈ ടി എസ് എസ് ആണ് ആർ സ്ക്വയർ എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇൻഫർ ചെയ്യാം ഇവിടെ നിന്ന്. ഇ എസ് എസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ടി എസ് എസ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്താം ഇ എസ് എസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ടി എസ് എസ് എന്ന്. ഈ ടി എസ് എസ് എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ. ഇതാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുന്നത്. കാരണം ടി എസ് എസ് എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ഐ സ്ക്വയർ ആണ്. സോ ഇ എസ് എസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ. അപ്പോൾ ഈ കാര്യം കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3 ആൻഡ് ദിസ് ഇസ് 4. ജസ്റ്റ് ടു നമ്പർ ദീസ് ഇക്വേഷൻസ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആർ എസ് എസ് എന്ന് പറയുന്നത് ടി എസ് എസ് മൈനസ് ഇ എസ് എസ് ആണ്. ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ടി എസ് എസ് മൈനസ് ഇ എസ് എസ് ആണ്. ഇത് നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ടി എസ് എസ് മൈനസ് ഇ എസ് എസിൽ നിന്നും ടി എസ് എസിനെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാമെന്ന് കരുതുക. ടി എസ് എസിനെ കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ എന്താവും? അത് ടി എസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ എസ് എസ് ബൈ ടി എസ് എസ് ആവും. 5 6. ടി എസ് എസിനെ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ടി എസ് എസ് വരും. അത് വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. സിമ്പിൾ ഓൾജിബ്രൈക്ക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. സോ now we know that our RSS is equal to TSS into 1 minus ESS by TSS. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി എസ് എസ് എന്ന് പറയുന്നത് സിഗ്മ വൈ ഐ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ അതിനെ സിഗ്മ വൈ ഐ സ്ക്വയർ എന്ന് എഴുതി. ഇനി 1 മൈനസ് ഇ എസ് എസ് ബൈ ടി എസ് എസ് എന്താ? ഇ എസ് എസ് ബൈ ടി എസ് എസ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ 1 മൈനസ് ആർ സ്ക്വയർ. ആർ എസ് എസ് എന്ന് പറയുന്നത് സിഗ്മ വൈ ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയറും ഇ എസ് എസ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഇൻറ്റു ടി എസ് എസ് അല്ലെങ്കിൽ ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 1ലെ ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1നെ നമ്മൾ എങ്ങനെ റീറൈറ്റ് ചെയ്യും? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു ഇ എസ് എസ് പ്ലസ് ആർ എസ് എസ്. ഇ എസ് എസ് എന്താ? ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ ആണ് നമ്മുടെ ഇ എസ് എസ്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇ എസ് എസ്. ആർ എസ് എസ് എന്താണ്? ആർ എസ് എസ് സിഗ്മ വൈ ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ. അങ്ങനെ ഞാനത് തിരിച്ചെഴുതുക. എങ്ങനെ? പ്ലസ് 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ. ഈ ഭാഗം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ടി എസ് എസ് ടോട്ടൽ സം ഓഫ് സ്ക്വയർസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ പ്ലസ് 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ ഐ സ്ക്വയർ. ദിസ് പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഇത് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയ ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ട് കണ്ടോ, രണ്ട് സെയിം ടേംസ് തന്നെയാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 1 വരണം. ബിക്കോസ് ആർ സ്ക്വയർ ഇസ് ബേസിക്കലി ബിറ്റ്വീൻ 0 and 1. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് ആർ സ്ക്വയറും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആർ സ്ക്വയറുമായി ബന്ധപ്പെട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് ആർ സ്ക്വയറിനെ പറയുന്നത്. കാരണം അതൊരു ന്യൂമറിക്കൽ മെഷറാണ്. എന്തിൻ്റെ? അത് ഈ ഓവർലാപ്പിൻ്റെ എക്സിലുള്ള വേരിയേഷൻസ് എത്രമാത്രം വൈ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വൈയിലുള്ള വേരിയേഷൻസ് എത്രമാത്രം നമ്മൾ എടുത്തിരിക്കുന്ന മോഡലിനുള്ളിൽ എടുത്തിരിക്കുന്ന എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നതിനെ കാണിക്കുന്ന ഒരു ന്യൂമറിക്കൽ മെഷറാണ് ആർ സ്ക്വയർ. ആർ സ്ക്വയറുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളാണ് നമ്മൾ ആർ സ്ക്വയറിനെ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. താങ്ക് യു.